നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ആവാഹന പൂജയ്ക്ക് വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നം നോക്കാൻ വരുമ്പോൾ ചിലർ പറയും സാധാരണ ഒരു ജ്യോത്സ്യനെ കാണി 100 രൂപ 150 രൂപ കൊടുത്താൽ മതി, ഇവിടെ 1800 രൂപ ഫീസ് അടയ്ക്കണം. ഫീസ് അടച്ചു കഴിയുമ്പോൾ കുറേ ലക്ഷണങ്ങൾ പറയും. അതായത് വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യമുണ്ടോ? അപ്പോൾ ചിലർ പറയും വീട്ടിൽ നിറച്ച് സകല സ്ഥലത്ത് ഉറുമ്പാണ്, കിടക്കപ്പായിൽ ഉറുമ്പ്, നോട്ട്ബുക്കുകളിൽ ഉറുമ്പ്, ഭക്ഷണത്തിൽ ഉറുമ്പ്, അങ്ങനെ മൊത്തം ഉറുമ്പിൻ്റെ ശല്യം. പിന്നെ ചിലരാണെങ്കിൽ കൂടുതൽ നേരം കിടന്നുറങ്ങും, ചിലർ കൂടുതൽ സമയം കിടന്ന് കുളിക്കും, ചിലർക്ക് ഉറക്കം ഉണ്ടാവില്ല, ചിലർ കൂടുതൽ ഭക്ഷണം കഴിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണമൊക്കെ പറയുമ്പോൾ പലർക്കും ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവർ പറയുന്നത് ഇതെല്ലാം സ്വാഭാവികമല്ലേ, എല്ലാവരും വീട്ടിലുള്ള കാര്യമല്ലേ. അങ്ങനെയുള്ള കാര്യമല്ല കേട്ടോ പറയുന്നത്. അതായത് 100 കിട്ടിയാൽ 110 ചിലവാകുന്ന ഒരവസ്ഥ. ഇതെല്ലാം നമ്മുടെ അടുത്ത് ആവാഹന പൂജ കഴിയുമ്പോൾ മാറിയിട്ടുണ്ടാകും. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു വോയിസ് ഞാൻ കേൾപ്പിക്കുന്നുണ്ട്. കാരണം ഇവിടെ മുമ്പ് പൂജ കഴിഞ്ഞ് പിന്നെ 2 മാസത്തിന് ശേഷം വീണ്ടും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു മുസ്ലിം സഹോദരൻ അദ്ദേഹത്തിന് സ്വയമേവ തിരിച്ചറിഞ്ഞ് ഇവിടെ വന്ന് അന്ന് സർപ്പാവാഹനം നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സർപ്പാവാഹനവും അതോടൊപ്പം ചാമുണ്ടിയെയും ആവാഹിച്ച് ഒഴിവാക്കി കളഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്ന സകല ഉറുമ്പുകളും, അതായത് പൂജ കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ ഒരു ഉറുമ്പിനെ പോലും കാണാനില്ല. അപ്പോൾ അത്രയ്ക്കും മിറക്കിളാണ് നമ്മുടെ ആവാഹന പൂജയിൽ. അതുപോലെ 100 കിട്ടിയാൽ 110 ചിലവാകുന്ന ഒരവസ്ഥയെല്ലാം നമുക്ക് ജീവിതത്തിൽ പിടിച്ചു നിർത്തുന്ന പോലെയാണ്. അതായത് ആവാഹന പൂജ കഴിഞ്ഞ് ഒടി ഉച്ചാരണം ചെയ്ത് കഴിയുമ്പോൾ ചിലർക്ക് ആ നിമിഷം മുതൽ വ്യത്യാസം വരും. ചിലർക്ക് പിന്നീടുള്ള 7 ദിവസം നാൽപ്പാമര പൗഡർ വാങ്ങിച്ച് തിളപ്പിച്ച് കുളിക്കുന്ന വെള്ളത്തിലൊഴിച്ച് കുളിച്ച് കഴിയുമ്പോൾ 7 ദിവസം കഴിയുമ്പോൾ തന്നെ മാറ്റം വരും. അത് തന്നെ ശരീരം വേദന, കൈകാൽ വേദന, കണ്ണ് ചൊറിയുക, കണ്ണ് ചൂടാവുക, കണ്ണിങ്ങനെ കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒടി ഉച്ചാരണം ചെയ്ത് കഴിയുമ്പോൾ മാറിയിട്ടുണ്ടാകും. അപ്പോൾ ഇത്രയും വലിയ സത്യങ്ങളാണ് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും പലർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം? നമ്മൾ ആശുപത്രിയിൽ പോയിട്ട് 50 ലക്ഷമോ 1 കോടിയൊക്കെ ചിലവാക്കും. അവസാനം പുതപ്പിച്ച് വീട്ടിൽ കൊണ്ട് കത്തിച്ച് കളയും. ആ സമയത്ത് ഒരു വിഷമമില്ല. മറിച്ചോ ഇവിടെ ആവാഹന പൂജയ്ക്ക് 56,000 രൂപ ചിലവാക്കാൻ പറഞ്ഞാൽ വലിയ വിഷമമാണ്. അത് തന്നെ വീടിൻ്റെ വാസ്തുവില ക്ലിയർ ചെയ്യാൻ പറഞ്ഞാലോ നടക്കില്ല എന്ന് പറയും. കാരണം ചിലർ പറയും ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്. കഷ്ടപ്പെട്ട് വീട് മാത്രമല്ല ഉണ്ടാക്കിയ, നമ്മുടെ ജീവിതം കഷ്ടപ്പെട്ട് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്കെല്ലാം ഒരു വെളിച്ചം വീശുകയാണ് നമ്മുടെ ഈ വീഡിയോയുടെ ഉദ്ദേശം. അത് തന്നെ ചിലർ വരുമ്പോൾ പറയാറുണ്ട് ഒറ്റ വീഡിയോ കണ്ടാൽ തന്നെ പറയുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയും സത്യമായ ഒരു ജ്യോതിഷവും പൂജാരീതികൾ ലോകത്തിൽ ഒരു സ്ഥലത്തുമില്ല. അതുകൊണ്ടാണ് നമുക്ക് സനാതനധർമ്മ സംഘം എന്നൊരു സംഘടന ഉണ്ടാകാൻ സാധിച്ചതും അതേപോലെ ഏകദേശം 10-200ഓളം ശിക്ഷണങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും. അപ്പം നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ പഠിച്ചിരിക്കുന്ന പല കാര്യങ്ങളും മണ്ടത്തരങ്ങളും, ഇല്ലാത്ത നുണകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെല്ലാം കബളിപ്പിച്ചുകൊണ്ട് പല സമുദായങ്ങളും പല ആൾദൈവങ്ങളും മരിച്ചുപോയ ആളുകളെല്ലാം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളറിയുക നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മുടെ ജീവിതമാണ്, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സമയമാണ്. ഈ സമയത്തെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്നതിന് വേണ്ടിയാണ് ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കാൻ പറയുന്നത്. അതേപോലെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം. ഓൺലൈൻ അടുത്ത ബാച്ച് ഉടൻ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയുണ്ട്. പ്രണവമലയിൽ 27 ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമുണ്ട്. ഈ ദേവലോകത്തിലെത്തി ഓരോ ദേവതയ്ക്കും 108 പൂർണ്ണ പ്രദക്ഷിണം നടത്തിയാൽ പോലും ഏതൊരു മനുഷ്യർക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി 1 വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയുള്ള പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും. അപ്പോൾ താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. ജീവിത വഴിയിൽ വെളിച്ചം വീശണമെന്നുള്ളവർക്ക്, ജീവിതം തിരിച്ചു പിടിക്കണമെന്നുള്ളവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തു നോക്കാം. അതേപോലെ സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് എല്ലാ ആയില്യത്തിനും തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു. ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഏതൊരു മനുഷ്യർക്കും ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും മടിച്ചു നിൽക്കാതെ സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക. ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരുവിധ പ്രവേശന ഫീസോ മാസോരിയില്ലാതെ, ജാതിമത ഭേദങ്ങളില്ലാതെ, വർഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാം. ചേരണമെന്നുള്ളവർക്ക് ടെലഗ്രാമിൽ പ്രണവ് ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട്. അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിന്മാർ സഹായിക്കുകയും ചെയ്യും. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണമെന്നുള്ളവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക.
ഈശ്വരയിലൂടെ രക്ഷപ്പെടുക. നമുക്കും നമ്മുടെ കുടുംബത്തിന് സമൃദ്ധിയോടുകൂടി ജീവിക്കാം. അതോടൊപ്പം നമ്മുടെ നാടും നല്ല സമൃദ്ധിയിലേക്ക് എത്തും എന്ന ഒരു ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്ത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ ആവാഹന പൂജ കഴിഞ്ഞതിന് ശേഷം 2 മാസം കഴിഞ്ഞിന്. അതിന് ശേഷം വീട്ടിൽ ഇറുമ്പ് ആദ്യം ചെറുങ്ങനെയുള്ളത്, പിന്നെ വല്ലാണ്ട് കൂടി. ഇറുമ്പ് കൂടി ചെറിയ സാധാ പായുന്ന ഇറുമ്പായി, പിന്നെ കടിക്കുന്ന ഇറുമ്പായി, പിന്നെ ഭയങ്കര വലിയ കറുത്തിട്ടുള്ള ഇറുമ്പില്ല, അതൊന്നും എല്ലാവരും കിച്ചണിലും അകത്തും. പിന്നെ നമ്മൾ ബെഡ്റൂമിലെല്ലാം കൂടുതലുണ്ടാവും. നമ്മൾ ഡ്രസ്സ് ഇടുന്നതിലും ഫുള്ള് ഇറുമ്പ്. നമ്മുടെ റൂമിലാണ് കൂടുതലുള്ള ഡ്രസ്സിലൊക്കെ എല്ലാടിയും. അതായത് കുട്ടികൾ ബുക്കിലടക്കം പിന്നെ ഇറുമ്പ്. അപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞില്ല സാറൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് അന്ന് ചാമുണ്ടീൻ്റെ എടുത്തതിന് ശേഷം തോന്നുന്നു മെഞ്ഞാന്ന് സർപ്പത്തിന് നമ്മൾ ആവാനുഭൂതി കഴിഞ്ഞതിന് ശേഷം സർപ്പത്തിൻ്റെ ഇത് പിന്നെ ആവാഹിച്ചതിന് ശേഷം അന്ന് ഇവിടെ രാത്രി എത്തുമ്പോൾ ഇറുമ്പില്ല. നമ്മളിവിടെ എത്തിയല്ലോ, അന്ന് കഴിഞ്ഞ ഇവിടെ എത്തും തന്നെ ആ ഇറുമ്പിന് പിന്നെ കാണുന്നില്ല. വലിയ ഇറുമ്പില്ല, ചെറിയ ഇറുമ്പില്ല, എല്ലാ ഇറുമ്പില്ല. അത് ഫുള്ളായിട്ട് പോയിക്ക്.